ജനങ്ങളെ നെഞ്ചിലേറ്റിയ കേരളത്തിന്റെ ജനപ്രിയ നായകൻ ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷികത്തിൽ പ്രണാമം അർപ്പിച്ച് നാട്. വികസന നായകന്റെ ജ്വലിക്കുന്ന ഓർമ്മ പുതുക്കി സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ DCC ഓഫീസിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണം പങ്കെടുക്കേണ്ടത് വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷമായി. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും ഒരു അത്താണിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുകയും പ്രവർത്തകരോടൊപ്പം നിൽക്കുകയും പ്രവർത്തകരുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒക്കെ പങ്കാളിയാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ KPCC പ്രസിഡന്റായി ചാർജെടുത്ത ശേഷം ആദ്യമായി ഞാൻ വന്നത് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിലെ സന്ദർശിക്കാണ്. അപ്പം അന്ന് അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ ഓർക്കുകയായിരുന്നു, രമേശിന് ഫണ്ട് പിരിവ് നടത്തുമ്പോൾ ആ കുടുംബങ്ങളെ ഒന്ന് സഹായിക്കുന്നതിനോട്. ഞാൻ അന്ന് 57 മുതൽ ഇങ്ങോട്ട് മരിച്ച എല്ലാ കുടുംബങ്ങളുടെയും വീടുകളിൽ ഞാൻ പോയി. അന്ന് ഞാൻ ഫണ്ട് പിരിവ് നടത്തുന്ന ഒരു യാത്ര ചൈതന്യ യാത്ര നടത്തിയപ്പോൾ അതിലൂടെ കിട്ടിയ നോട്ടുമാലകൾ മുഴുവൻ സമാഹരിച്ച് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ അന്ന് KPCC എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ സുധാകരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് അന്ന് സ്റ്റേഡിയം കോർണറിൽ വെച്ച് കിട്ടിയ നോട്ടുമാലകളും പിരിച്ച ഫണ്ടിൻ്റെ നല്ലൊരു അംശവും ചേർത്ത് 57 മുതൽ ഇതുവരെ രക്തസാക്ഷിത്വം വഹിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ അന്ന് ശ്രീ AK ആന്റണി വന്ന് അദ്ദേഹം പ്രതിരോധ മന്ത്രിയായി. അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലെ ആളുകൾക്ക്, ആ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയത് ഞാൻ ഓർക്കുകയാണ്. ആ ഒരു ഐഡിയ എനിക്ക് തന്നു ഉമ്മൻചാണ്ടി.